ഹലോ ഗൈസ്, ജിടിയുടെ ഒരു പുതിയ RP വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് പാലക്കാട് അച്ചാച്ചൻ എന്നാണ്. പാലക്കാടിൽ ഇപ്പം എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് അവിടുന്ന് സ്ഥലം വിട്ട് KGC RP എന്ന് പറഞ്ഞ സിറ്റിയിലോട്ട് വന്നിരിക്കുകയാണ്. സിറ്റിയിൽ വന്നതിന് ശേഷം ആദ്യം ഒരു പേട്ട കാറ് വാങ്ങിച്ചു. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെയോ സെറ്റാക്കി. അങ്ങനെ ഒരു ദിവസം ഒരു പയ്യനെ പരിചയപ്പെട്ടു. എൻ്റെ പേര് പാലക്കാട് അച്ചാച്ചൻ എന്നാണ്. ഉടുമ്പംസോ? ഓ, വെറൈറ്റി പേരൊക്കെയാണല്ലോ. മോന്റെ വയസ്സ് എത്രയാ? 15. ആള് ചെറിയൊരു കുട്ടിയാണെങ്കിൽ പോലും ചെക്കന്റെ വായെന്ന് വന്ന വർത്താനം ഇച്ചിരി സീനാണ്. മനസമാധാനത്തിനില്ലേ മെത്ത് സിഗ്ഗില് ചുരുട്ടി അടിച്ചാ മതി, വേണം എടുക്കട്ടെ. ഞാനും ആ പയ്യനും തമ്മിൽ ഒരുപാട് സംസാരിച്ചു. ഞാൻ ജനിച്ച മുതൽ ഇവിടെ ഉടുമ്പോട്ടായിട്ട് കൂടണേണ് ഇവിടെ. അങ്ങനെ ആ പയ്യൻ എനിക്കൊരു ജോബ് ഓഫർ വന്നു. അച്ചാച്ച നമുക്കെന്നാ ഉടുമ്പറിച്ച് അങ്ങോട്ട് വിട്ടാലാ, പുതിയൊരു ജോബ് ഒപ്പിച്ചേരാ. അതൊരു ഇല്ലീഗൽ ജോബ് ആയതുകൊണ്ട് ഞാൻ ആദ്യം കൺവിൻസ്ഡ് ആയില്ല. മോനെ, ഇത് റിസ്ക് ഇല്ലല്ലോ അല്ലേ? എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ട്. കാരണം പുതിയ സിറ്റിയിലൊക്കെ വന്നിട്ട് എന്റെ വിസയ്ക്ക് പ്രശ്നം ഉണ്ടാവരുത് ഇവിടെ. പക്ഷെ അവന്റെ ഈ ഒരു ഡയലോഗിൽ ഞാൻ കൺവിൻസ്ഡ് ആയിപ്പോയി. അച്ചാച്ച വയസ്സാം കാലത്ത് എന്ത് റിസ്ക്, ഒരു വെടി കൊണ്ടാ തീരുവില്ലേ നിങ്ങളും. അങ്ങനെ ഞാൻ ആ പയ്യന്റെ വണ്ടി കയറി ഇല്ലീഗലായിട്ട് ജോബ് അടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോഴാണ് വഴിയിൽ വെച്ച് ഈ സംഭവം നടന്നത്. കൊടുക്കാൻ കാശുണ്ട് അച്ചാച്ച? ഒരു പൈസ ഇല്ല മോനെ, പൂജ്യ. ആ പയ്യന്റെ ഫ്രണ്ടിൽ ഞാൻ നാണം കെട്ടു. ടോൾ ബൂത്തിൽ വെച്ച് അടയ്ക്കാൻ എനിക്ക് കയ്യിലൊരു പൈസ ഉണ്ടായില്ല. ടോളിന്റെ പൈസ ഞാൻ എപ്പോഴേലും പൈസ റെഡി ആവുമ്പോ തരാം കേട്ടോ. 5 minutes later. ആ കാർ ഒന്ന് നൈസായിട്ട് ഇടിച്ചു. എഞ്ചിൻ പോയി അച്ചാച്ച, റിപ്പയർ ആക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ രാവിലെ മെക്കാനിക് ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത് കാരണം ആ പയ്യന് വണ്ടി നന്നാക്കാൻ അറിയാം. അപ്പൊ മോൻ രാവിലെ മാന്യനും രാത്രി കള്ളനാല്ലേ. ഫൈനലി ആ പയ്യൻ വണ്ടി റിപ്പയർ ചെയ്തു. മോനെ പതുക്കെ പോട്ടോ, അച്ചാച്ചന് ഹാർട്ട് അറ്റാക്ക് തരല്ലേ. അച്ചാച്ചന് അല്ലെങ്കിൽ തന്നെ ഹാർട്ടിന് 4 ഓപ്പറേഷൻ കഴിഞ്ഞതാ. നമുക്ക് ഇതും കൂട്ടി 5 അച്ചാച്ച കയറി. അതിനുശേഷം വഴിയിൽ അങ്ങനെ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫൈനലി ഉടുമ്പരിച്ചി ഉണ്ടാക്കുന്ന ആ ഫാക്ടറിയിൽ ഞങ്ങൾ എത്തി. അച്ചാച്ച ഇവിടെ നിന്നട്ടെ ചാട്. അങ്ങനെ ആരുടെയും കണ്ണിൽപ്പെടാണ്ട് ഞങ്ങൾ ആ ഫാക്ടറിന്റെ അകത്തെത്തി. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും ആ ഫാക്ടറിയിൽ വർക്ക് ചെയ്തു. ഞാൻ ഒറ്റ രാത്രി കൊണ്ട് തന്നെ 20 ലക്ഷം ഉണ്ടാക്കി. വാ നമുക്ക് ഇറങ്ങാം. A few minutes later. മോനെ, നാളെ മുതല് 10 കിലോ മുതല് 10 കിലോ മലമ്പാമ്പും കൂടി എക്സ്പോർട്ട് മയിലിറച്ചി കൂടി പറ, മയിലിറച്ചി എക്സ്പോർട്ട് ചെയ്യാൻ പറ. അച്ചാച്ചാ എന്നെ തൂക്കേറിലേറ്റോ നിങ്ങൾ. അപ്പൊ ശരിട്ടാ, നാളെ കാണേ. ഇനി പോലീസ് വന്നേക്കാൾ മുമ്പ് ഞാനും സ്കൂട്ടാവുമാണ്. സോ ഈ ഒരു എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.